മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം. ബെറ്റർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. താനൂർ ശോഭപറമ്പ് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഡിസംബർ 28, 29, 30 തീയതികളിലാണ് ഉത്സവം കൊണ്ടാടുക. ഡിസംബർ 30 വൈകിട്ട് 6:30 മുതൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായുള്ള കൊടിക്കൂറ വരവുകൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കും. വർഷം തോറും കൊണ്ടാടാറുള്ള താനൂർ ശോഭപറമ്പ് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വെട്ടം ന്യൂസിനോട് പറഞ്ഞു. മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ ശോഭപറമ്പ് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തിനോടുള്ള ഒരുക്കങ്ങൾ വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 ദേശങ്ങളിലായിട്ടുള്ള മുഴുവൻ വീടുകളും സമ്പർക്ക ഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവുമായി ദേവിയുടെ പ്രസാദം ഊട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ആ പ്രസാദൂട്ടിൽ നിത്യവും പങ്കെടുത്ത് കൊണ്ടിരിക്കുന്നു. കലങ്കരി ഉത്സവത്തിൻ്റെ കൊടിയേറ്റ് മഹോത്സവം 24-ാം തീയതി രാവിലെ 8:30 കല്ലൂർമനയിലെ അനിയൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നതാണ്. അതോടനുബന്ധിച്ച് പിന്നീട് അങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ തിമിർപ്പിലാണ്. ഈ ദേശം മുഴുവൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ ആണ് ഇപ്പോൾ. 28-ന് നാടൻപാട്ടും 29-ന് ഗാനമേളയും 30-ന് 18 ദേശങ്ങളുടെ വരവോടുകൂടി ഉത്സവം 31-ാം തീയതി കൊടിയിറക്കത്തോടുകൂടി ഉത്സവം സമാപിക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തണ്ടന് കലങ്കരി പുത്തൻ കലത്തിൽ പുന്നല്ലുകൊണ്ട് നേദ്യമുണ്ടാക്കി സമർപ്പിക്കുന്ന ചടങ്ങാണ്. അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ സാധന സാമഗ്രികളും ദേവിയുടെ വഴിപാട് കൗണ്ടറിലൂടെ നമുക്ക് ഷീട്ടാക്കിയാൽ 200 രൂപയാണ് ഷീട്ട് ആക്കാനുള്ള ഇത്. അതിന് മുഴുവൻ സാധനവും കമ്മിറ്റി അവർക്ക് കൊടുക്കുന്നതാണ്. അതിനുള്ള സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും സ്റ്റേജിൽ വിവിധ ഇനം പ്രോഗ്രാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും പിന്നെ ഈ 27-ാം തീയതി വരെ നാട്ടിലെ ആളുകളും എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ. പല രീതിയിലുള്ള പല സംഘടനകളും അതുപോലൊപ്പം തന്നെ പ്രഭാഷണ പരമ്പരകളും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ ഉത്സവത്തിൻ്റെ ഇതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തജന പ്രവാഹമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ദിവസവും. അതുകൊണ്ട് തന്നെ അത് നിയന്ത്രിക്കപ്പെടേണ്ട കമ്മിറ്റി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്ക് ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് അവരവരുടെ കൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്സവത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികളും ക്ഷേത്രാങ്കണത്തിൽ നടന്നുവരുന്നുണ്ട്. ഡിസംബർ 30 വൈകിട്ട് 3 കാരാട് ദേശക്കാരുടെ മുനമ്പത്തു നിന്നുള്ള എഴുന്നള്ളത്ത് ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കും. തുടർന്ന് പുഷ്പാലങ്കാരം, ദീപാരാധന എന്നിവ നടക്കും. 6:30 മുതൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായുള്ള കൊടിക്കൂറ വരവുകൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കും. ഡിസംബർ 31 രാവിലെ 7 മണിയോടെയാണ് ഉത്സവം സമാപിക്കുക. വെട്ടം ന്യൂസ്, താനൂർ. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല.